മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലീഹാകാലം 3-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. വായിച്ചു കേൾക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കായിൽ നിന്നാണ്. തൻ്റെ കൂടെ നടന്ന് പരിശീലനം കൊടുത്ത് തന്നിൽ നിന്ന് കേട്ടതും തന്നിൽ നിന്ന് കണ്ടതുമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കുന്ന ശിഷ്യന്മാരെ ഈശോ ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിനായിട്ടും പിശാചുക്കളെ പുറത്താക്കുന്നതിനായിട്ടും രോഗികളെ സുഖപ്പെടുത്തുന്നതിനായിട്ടുമായിട്ട് പലയിടങ്ങളിലേക്കായിട്ട് അയക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ്. ഈശോ ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ ഉണ്ടാവരുത്. യാത്രയ്ക്ക് പോകുമ്പോൾ 2 ഉടുപ്പുകൾ ഉണ്ടാവരുത്. ഈശോ ഇങ്ങനെ ശിഷ്യന്മാർക്ക് ദൈവരാജ്യ പ്രഘോഷത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ കാരണം, അതിൻ്റെ സന്ദേശം ഒരുപക്ഷെ ഇതായിരിക്കാം. ഈശോയെ പ്രസംഗിക്കുവാനും പ്രഘോഷിക്കാനുമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏക മൂലധനം എന്നുള്ളത് അത് ഈശോ മാത്രമായിരിക്കണം. ഈശോയാകുന്ന മൂലധനത്തിൽ നിന്നാണ് നമ്മളെല്ലാം വീണ്ടും ആരംഭിക്കേണ്ടത് എന്ന് ചുരുക്കം. വിശുദ്ധ ഗ്രന്ഥത്തില്, പഴയ നിയമത്തില് യാക്കോബിന്റെ 12 പുത്രന്മാർക്കായിട്ട് ജോഷുവ ഇടങ്ങൾ ഇങ്ങനെ വിഭജിച്ചു നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 11 പേർക്കും ഇടങ്ങൾ വിഭജിച്ചു നൽകി ഒടുവിൽ ലേവിയുടെ പക്കലേക്ക് എത്തുകയാണ്. ലേവിയോട് അദ്ദേഹം പറയുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വാചകം ഇപ്രകാരമാണ്: നിനക്കുള്ള ഓഹരി അത് ദൈവമാണ്, നിനക്കുള്ള ഓഹരി അത് ദൈവമാണ്. ഈശോയാകുന്ന ഓഹരിയും ഈശോയാകുന്ന മൂലധനത്തിൽ നിന്നുമാണ് നമ്മൾ ആരംഭിച്ചു തുടങ്ങേണ്ടത്. നമ്മളിങ്ങനെ ബാഡ്മിന്റൺ കളി ആരംഭിക്കുന്നതിന് മുമ്പ്, സ്കോറിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പരസ്പരം 2 ടീമുകളും പറയുന്ന ആ വാക്ക് ഇത് പ്രകാരമാണല്ലോ: ലവ് ഓൾ. ലവ് ഓൾ. സ്നേഹം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്. ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത്. ഈ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ സ്കോറിംഗ് ആരംഭിച്ചു തുടങ്ങുന്നത് എന്ന് ചുരുക്കം. ഈശോയാകുന്ന മൂലധനമായിരിക്കണം അവനെ പ്രസംഗിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടേണ്ട ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടത്. അപ്രകാരമുള്ളവനുള്ള പ്രതിഫലവും അവന്റെ വീടും നാടുമെല്ലാം അത് സ്വർഗമാണ്. കേട്ട് പഴകിയ ആ കഥ പോലെ വർഷങ്ങളോളം ഒരു മിഷനറി പ്രദേശത്ത് ജോലി ചെയ്ത് ഒരു പുരോഹിതനും ഒരു ഡോക്ടറും തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക്, വീട്ടിലേക്ക് തിരിച്ച് എത്തുകയാണ്. തങ്ങൾ വരുന്ന ദിവസവും സമയവുമെല്ലാം വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഈ പറയുന്ന പുരോഹിതനും ഡോക്ടറും അറിയിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ തുറമുഖത്ത് കപ്പലിറങ്ങി പുരോഹിതൻ നോക്കുമ്പോൾ ഡോക്ടറെ സ്വീകരിക്കാനായിട്ട് വീട്ടുകാരും നാട്ടുകാരും സകല മനുഷ്യരും, തന്നെ സ്വീകരിക്കാനായിട്ട് ഈ പറയുന്ന ഒരാൾ പോലും ആ തുറമുഖത്തില്ല. അദ്ദേഹം ഇങ്ങനെ കണ്ണുനീർ വാർത്ത് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് കലഹിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇത്രയും വർഷക്കാലം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടിയാണ് ഞാൻ പ്രസംഗിച്ചതും പ്രഘോഷിച്ചതും, നിനക്കായിട്ടാണ് ഞാൻ ജീവിച്ചതും. എന്തേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ആരും എത്തിയില്ല? അപ്പോൾ സ്വർഗത്തിന്റെ ഒരു സ്വരമുണ്ടാവുകയാണ്: യു ആർ നോട്ട് യെറ്റ് അറ്റ് ഹോം. അതിന് ആര് പറഞ്ഞു നീ ഇപ്പോൾ വീട്ടിലെത്തിയെന്ന്? നീ ഇപ്പോഴും വീട്ടിൽ എത്തിയിട്ടില്ല. ഈശോയെ പ്രസംഗിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരുവന്റെ യഥാർത്ഥത്തിലുള്ള വീടെന്നുള്ളത് അത് സ്വർഗമാണ്. നമുക്കുള്ള പ്രതിഫലം ലഭിക്കുന്നതും സ്വർഗത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ട് മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ സ്ലീഹാകാലത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും ചന്തമേറിയ ചിന്ത ഇതാണ്: ഈശോയാകുന്ന മൂലധനമായിരിക്കണം അവനെ പ്രസംഗിക്കാൻ ഇറങ്ങിപ്പുറപ്പെടേണ്ട ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടത്. ആ മൂലധനത്തിൽ നിന്നാണ് നമ്മൾ സകലതും ആരംഭിക്കേണ്ടത്. അവനായിരിക്കണം നമ്മുടെ ഓഹരി. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.